ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജൂൺ ജൂലൈ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു കാലാവസ്ഥയാണ്. കാറ്റും മഴയും ഒക്കെ ആയതുകൊണ്ട് എല്ലാ കൃഷിയും അത്ര അനുയോജ്യമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല ജൂൺ ജൂലൈ മാസങ്ങൾ. എന്ന് വെച്ച് നമുക്ക് കൃഷി ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടുന്ന വിളകൾ നമ്മൾ തന്നെ വിളയിച്ചെടുക്കേണ്ടത്. അത്യാവശ്യം ഒന്ന് ശ്രദ്ധ വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിളവൊക്കെ കിട്ടുകയും ചെയ്യും. വെണ്ട, പച്ചമുളക്, വഴുതിനിങ്ങ, പച്ചച്ചീര, പയർ, കോട്ടപ്പയർ, പിന്നെ ഇലക്കറികൾ, അഗസ്ത്യച്ചീര നമുക്ക് നടാം, വള്ളിച്ചീര നടാം. വള്ളിച്ചീരയിൽ തന്നെ പർപ്പിൾ കളറുണ്ട്, പച്ച കളറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് നടാവുന്നതാണ്. പിന്നെ സാമ്പാർ ചീര, തകര, പൊന്നാരി വീരൻ, നമ്മൾ പിന്നെ അടുക്കള ചീര, മലയൻ ചീര എന്നൊക്കെ പറയുന്ന സുക്കൂർ മണി എന്നൊക്കെ പറയുന്ന ചീരയില്ലേ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു കമ്പ് കുത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു വിളയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പരിപ്പ് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു വിളയും തന്നെയാണ്. ഇലക്കറികൾ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ എല്ലാവരും കഴിക്കേണ്ട ഒന്ന് തന്നെയാണ്. വിറ്റമിൻ എ ലഭിക്കുന്നത് ഇലക്കറികളിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഇലക്കറികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇലക്കറികളൊക്കെ നമ്മൾ എവിടുന്നെങ്കിലും ഒരു തൈ സംഘടിപ്പിച്ച് നട്ടാൽ മതി. പിന്നീട് അത് നടേണ്ട ആവശ്യം വരുന്നില്ല. അത് അവിടെ തന്നെ നിന്ന് ഉണ്ടായിക്കോളും. ഒന്നിക്കൽ നമ്മൾ ചെടി നശിക്കാൻ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് മാറ്റി നട്ടാൽ മതി. പിന്നെ വരുന്നത് പച്ചച്ചീരയാണ്. പച്ചച്ചീര മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു വിളയാണ്. ചുവന്ന ചീര അത്ര അനുയോജ്യമല്ല. അതിന് പെട്ടെന്ന് കുണ്ട ചീഞ്ഞിട്ട് ചെടി നശിച്ചു പോകും. പച്ചച്ചീരക്ക് അങ്ങനത്തെ പ്രശ്നം അധികം കാണാറില്ല. അതിന് നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ്. പച്ചച്ചീരയുടെ വിത്തൊക്കെ ഒറ്റ പ്രാവശ്യമേ നമുക്ക് വാങ്ങിച്ച് നടേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ ചീര വിത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് നമുക്ക് മഴക്കാലത്ത് ചെടി താനെ മുളച്ച് വരും. അത് ഒന്നിക്കൽ മാറ്റി കുഴിച്ചിടാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. വഴുതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് മഴക്കാലം. അത്ര അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു വിളയുമാണ് വഴുതിനങ്ങ. പിന്നെ ചാണകമൊക്കെയുള്ള ആൾക്കാർക്ക് അതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. നമ്മൾ ചാണകം നേരിട്ട് ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് മഴ പെയ്തിട്ട് അതൊക്കെ നശിച്ചു പോകും. അപ്പം മഴ ഇല്ലാത്ത സമയങ്ങളിൽ ജസ്റ്റ് ഒരു വെയിലൊക്കെ വരുന്ന സമയത്ത് സ്ലറി ആക്കി വെച്ചത് കുണ്ടയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് വെണ്ടയാണ്. വെണ്ടക്കും അത്ര അധികം പരിചരണം ആവശ്യമായി വരുന്നില്ല. അതിനൊക്കെ കീടബാധ പൊതുവെ കുറവാണ്. പിന്നെ ഇല ചുരുട്ടി പുഴുവിൻ്റെ ശല്യമാണ് വെണ്ടയിൽ കുറച്ചധികം കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ ആ ഇല ഒന്ന് വെട്ടിമാറ്റിയാൽ തന്നെ നമ്മളെ പ്രശ്നം തീർന്നു. പിന്നെ വെണ്ടയിൽ ആനക്കൊമ്പൻ വെണ്ടയാണ് കുറച്ചുകൂടി നമുക്ക് തുടക്കക്കാർക്ക് ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിള. അതിന് അത്ര വലിയ പരിചരണം ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മൾ ഒരു പ്രാവശ്യം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് നമുക്ക് തന്നെ അതിൻ്റെ വിത്ത് ഉണക്കി വെച്ച് എടുത്ത് എല്ലാ വർഷവും തുടർച്ചയായി കൃഷി ചെയ്യാവുന്നതാണ്. അതൊക്കെ നാടൻ ഇനങ്ങളായതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഹൈബ്രിഡ് വിത്തുകളാണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം നമ്മൾ നടുമ്പോൾ പിന്നെയും വിത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ട്. നാടനാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. പിന്നെ പറ്റുന്നത് പച്ചമുളകാണ്. പച്ചമുളകൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് മഴക്കാലം. പിന്നെ മുളക് വേണ്ടാത്ത ഒരു വീടും ഉണ്ടാകില്ലല്ലോ. നമുക്ക് ഒരു 3-4 മുളകെങ്കിലും ഒരു ദിവസത്തിൽ ആവശ്യമായി വരുന്നില്ലേ. അപ്പോൾ 5-6 തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടുന്ന മുളക് അത്യാവശ്യം പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കാന്താരി ചെടിയുടെ വിത്തൊക്കെ കിട്ടുവാണെങ്കിലോ തൈ കിട്ടുവാണെങ്കിലോ അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. പിന്നെ കോട്ടപ്പയറും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് മഴക്കാലം. പിന്നെ മത്തൻ, കുമ്പളം, ഇതൊക്കെ ചെടി നട്ടിട്ട് മേലോട്ടേക്ക് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ വള്ളി ചീയുന്ന പ്രശ്നം വരുന്നില്ല. നിലത്ത് തന്നെയാണെങ്കിൽ വള്ളി ചീനിച്ച് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. മഴവെള്ളം കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ. നമ്മളുടെ ഇവിടെയൊക്കെ വയലായതുകൊണ്ട് അധികം മണ്ണിലേക്ക് ഇറക്കിയുള്ള കൃഷികൾ മഴക്കാലത്ത് അധികം പറ്റാറില്ല. എന്നാലും നമ്മൾ കുറച്ചൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നടാറുണ്ട്. വഴുതിനിങ്ങ, വെണ്ട, പച്ചമുളകൊക്കെ നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യാറുണ്ട്. ചുവന്ന ചീര മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബൈ.